PSC പഠിപ്പുരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീലിഷ്. നമ്മൾ PSC പഠിപ്പുര വ്യത്യസ്തമായ ക്ലാസ്സുകളിലൂടെ വ്യത്യസ്തമായ ടോപ്പിക്കുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു വ്യത്യസ്തമായ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപറ്റ വിദ്യാർത്ഥികൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ക്ലാസ്സാണ്. മറ്റൊന്നുമല്ല, ഇന്ന് വന്നിരിക്കുന്നത് കെമിസ്ട്രിയാണ്. ഏതാണ്? കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കെമിസ്ട്രി ഒരുപാട് ഭാഗങ്ങളായിട്ട് നമുക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ കുറെ ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒന്നാം ഭാഗം നമ്മൾ എടുക്കുന്നത്. ഒന്നാം ഭാഗം നമ്മൾ എടുക്കുന്നത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നതാണ് നമ്മൾ ഒന്നാം ഭാഗത്ത് നമ്മൾ എടുക്കുന്നത്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും നമ്മൾ ഒന്നാം ഭാഗത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്ന ക്ലാസ് പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ കിടക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാർട്ടിൽ ഒന്നാമത്തെ പേജിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ആറ്റത്തിന്റെ ഘടന. നമ്മുടെ ചുറ്റുപാടിൽ വൈവിധ്യമുള്ള എത്രയെത്ര വസ്തുക്കളാണുള്ളത്? പ്രകൃതിയുടെ ഈ വൈവിധ്യത്തിന് കാരണം എന്തായിരിക്കാം? എങ്ങനെയാണ് പരിസരങ്ങൾ ഇത്രയേറെ വസ്തുക്കൾ ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ ആവശ്യമനുസരിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇതൊരു വലിയൊരു ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. നമ്മുടെ ചുറ്റുപാടിൽ വൈവിധ്യമുള്ള എത്രയെത്ര വസ്തുക്കളാണുള്ളത്? പ്രകൃതിയുടെ ഈ വൈവിധ്യത്തിന് കാരണം എന്തായിരിക്കും? എങ്ങനെയാണ് പരിസരങ്ങൾ ഇത്രയേറെ വസ്തുക്കൾ ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ ആവശ്യമനുസരിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പിന്നെ പറയുന്നത് രണ്ടാമത്തെ പേജിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ചുറ്റുപാടിലുമുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. തന്മാത്രകളെ കുറിച്ച് എന്തൊക്കെ ധാരണകളാണ് ഇപ്പോൾ നമുക്കുള്ളത്? ഇപ്പൊ പറയുന്നത് എന്താണ് തന്മാത്ര എന്നാണ്. ഒന്നുകൂടെ പറയാം. ചുറ്റുപാടിലുമുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. തന്മാത്രകളെ കുറിച്ച് എന്തൊക്കെ ധാരണകളാണ് നമുക്കുള്ളത്? എന്താണ് തന്മാത്ര? അപ്പൊ എന്താണ് തന്മാത്ര എന്നോട് പറയുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. തന്മാത്രയുടെയും ആറ്റത്തിന്റെയും ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട്. സബ്ജക്ട് കെമിസ്ട്രിയാണ്, നല്ല ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇതുവരെ കെമിസ്ട്രി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് വരെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ കിടക്കാം. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ് ഇത് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ് ഇത് തന്മാത്ര എന്ന് പറയുന്നത്. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഒരു പദാർത്ഥത്തിന് എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ് തന്മാത്ര എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം. നമുക്ക് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും നോക്കാം. റെഡിയല്ലേ? അപ്പൊ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഒരു പദാർത്ഥത്തിന് എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഡാൾട്ടണിസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട്. വർണ്ണാന്തതയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 1807 അറ്റോമിക സിദ്ധാന്തം ആരാവിഷ്കരിക്കുന്നത്? ജോൺ ഡാൾട്ടൺ ആവിഷ്കരിക്കുന്നത്. എന്നാൽ ആറ്റം കണ്ടുപിടിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇപ്പൊ ചില കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു പ്രത്യേകത. കണ്ടുപിടിച്ച ആളുകൾ ആയിരിക്കണം എന്നില്ല അതിന് പേര് നിർദ്ദേശിക്കുന്നത്. എന്നാൽ ആറ്റം എന്ന പേര് നൽകിയത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പേര് നൽകിയത്. ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പേര് നൽകിയതെങ്കിൽ അറ്റോമസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉദ്ഭവിച്ചത്. അറ്റോമസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉദ്ഭവിച്ചത് എന്ന് പറയുന്ന സമയത്ത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് പറഞ്ഞു വരാം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു മടി കൂടാതെ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. കേട്ടില്ലേ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം എന്ന് പറയുന്നത്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ ആറ്റം കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണ്.
ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന വാക്ക്, ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആറ്റം എന്ന പദം പറഞ്ഞ ശാസ്ത്രജ്ഞൻ ജോൺ വാട്ടാണ്. അതേപോലെ നമ്മൾ പറയുന്ന സമയത്ത് അറ്റോമസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം. കേട്ടില്ലേ? ഇത്രയും ഭാഗം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റെഡിയല്ലേ? കൂടുതൽ എന്താ പറയാ, നമുക്ക് തമാശ രൂപേണ പറയാൻ ഒന്നും ഇവിടെ ഇല്ല. കാരണം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കണം അല്ലെ. നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുന്ന സമയത്ത് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ, അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് മോഡൽ എക്സാമുകൾക്ക് ഇത് വരുന്നതാണ്. നിർബന്ധമായി പഠിക്കണം അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ. ഒന്നാമത്തെ ആശയത്തിൽ നമുക്ക് കിടക്കാം, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശ്രദ്ധിക്കണേ, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ആശയം അനുസരിച്ച് പറയുന്നത്. ഇന്ന് രണ്ടാമത് കിടക്കുന്ന സമയത്ത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതേപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ശ്രദ്ധിക്കണം, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. മൂന്നാമത്തെ എന്താണ്? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എന്താണ്? ഗുണത്തിലും വലുപ്പത്തിലും മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും. പിന്നെ പറയുന്നതാണ്, വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും. പിന്നീട് പറയുന്നതാണ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഇത്? ആറ്റം. ഇതൊക്കെ ആറ്റോമിക സിദ്ധാന്തത്തിലെ ആശയങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം എന്ന് പറയുന്നത്. അടുത്ത പറയുന്നു, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കണം, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാവുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അറ്റോമിക സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയല്ലേ, നിർത്തി പറഞ്ഞു വന്നാൽ മതി. ഒന്ന്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രണ്ട്, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതേപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നീട് പറയുന്നതാണ്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും. പറയുന്നു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. പറയുന്നു, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. റെഡിയല്ലേ? ഇത്രയും ഭാഗം സെറ്റല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞല്ലോ, ഇന്നുവരെ കെമിസ്ട്രി പഠിക്കാത്ത ആളായാലും എനിക്ക് കെമിസ്ട്രി അറിയാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ക്ലാസ് കേൾക്കേണ്ടത്. കാരണം ക്ലാസ് കേട്ട് നിർത്തുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗം സെറ്റായിട്ട് അറിഞ്ഞിരിക്കണം. റെഡിയല്ലേ? ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുന്ന സമയത്ത് ആറ്റത്തിന്റെ ഘടനയാണ് പറയാറ് അല്ലെ? ആറ്റത്തിന്റെ ഘടന പറയുന്ന സമയത്ത് ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. എന്താണത്? ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് മറ്റ് മൗലിക കണങ്ങളുണ്ട്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, മറ്റ് മൗലിക കണങ്ങളുണ്ട്. ഈ മറ്റ് മൗലിക കണങ്ങൾ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. പറയുന്നു, ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, മറ്റ് മൗലിക കണങ്ങളുണ്ട്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ഏത്? പ്രോട്ടോണും ന്യൂട്രോണും. ഇത് കൂടാതെ മറ്റ് മൗലിക കണങ്ങളുണ്ട്. അതാണ് ഏത്? ഇലക്ട്രോണുകൾ. ശ്രദ്ധിക്കണേ, ആറ്റത്തിന്റെ മറ്റ് മൗലിക കണത്തിൽ ഒന്നാണ് ഏത്? ഇലക്ട്രോണുകൾ. അപ്പോ ശ്രദ്ധിച്ച ഒരിക്കൽ കൂടെ, ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് മൗലിക കണങ്ങളുണ്ട്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ഇത്? പ്രോട്ടോണും ന്യൂട്രോണും. അതൊക്കെ നമ്മൾ പറയുന്നു ആറ്റത്തിന്റെ മൗലിക കണമാണ് ഇലക്ട്രോണുകൾ. കേട്ടില്ലേ? പിന്നെ നമ്മൾ പറയുന്നു ആറ്റത്തിന്റെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്. ആറ്റത്തിന്റെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്.
ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പൊ നമ്മൾ ഇത് ലളിതമായ രീതിയിൽ നമുക്കൊന്ന് പറയാം. ആറ്റത്തിനാകൃതി ഗോളാകൃതിയാണ് പറഞ്ഞല്ലേ. ആറ്റത്തെ ഒരു ക്ഷേത്രമായിട്ട് കണക്കാക്കാം. ആറ്റം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. ആ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയാണ് ഏത്? ന്യൂക്ലിയസ്. ഏതാണ്? ന്യൂക്ലിയസ്. നമുക്കറിയാം, ഒരു പ്രതിഷ്ഠയാവുന്ന സമയത്ത് അതിന് ഉപപ്രതിഷ്ഠകൾ വേറെ ഉണ്ടാവല്ലോ അല്ലേ. ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീകോവിലിന് മുമ്പ് തൊഴുന്നതിന് മുന്നേ അപ്പുറം വേറെ എന്തെങ്കിലും പ്രതിഷ്ഠകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആറ്റം ഒരു ക്ഷേത്രമാണ്, ക്ഷേത്രത്തിനുള്ളൊരു പ്രതിഷ്ഠയാണ്. അതേതാണ്? ന്യൂക്ലിയസ് ആണ്. അവിടെയാണ് രണ്ട് മറ്റു ഉപപ്രതിഷ്ഠകളാണ് ഇത്? പ്രോട്ടോണും ന്യൂട്രോണും. ശ്രദ്ധിക്കണേ, രണ്ട് ഉപപ്രതിഷ്ഠകളാണ് ഇത്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ ഒരു അമ്പലമായിട്ട് കണക്കാക്കാം. ഒരു അമ്പലം മനസ്സിൽ കൊണ്ടുവന്നേ. അമ്പലം മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് അമ്പലത്തിന് ആ ശ്രീകോവിലാണ് ഇത് ആറ്റം. അതിനുള്ളില് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠ ഉണ്ടല്ലോ, ആ പ്രതിഷ്ഠയാണ് ഇത് ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ ആ പ്രതിഷ്ഠ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ അപ്പുറപ്പുറമൊക്കെ വേറെ പ്രതിഷ്ഠ ഉണ്ടാവും അല്ലെ. അതിന്റെ ഇപ്പുറത്തൊരു പ്രതിഷ്ഠയാണ് പ്രോട്ടോൺ, ഇപ്പുറത്തൊരു പ്രതിഷ്ഠയാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഉറപ്പല്ലേ? നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ശ്രീകോവിലാണ് ആറ്റം എന്ന് പറഞ്ഞ് ഉള്ളിലാണ് ഏതുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അവിടെ നിൽക്കുന്ന സമയത്ത് അല്ലേ. അപ്പൊ ന്യൂക്ലിയസിന് എന്ത് ചാർജ് ഉള്ളത്? പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഓക്കെ. തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ആരുണ്ട്? പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ. പ്രോട്ടോൺ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. നമ്മൾ പോയ ആളുകൾ എങ്ങനെയുള്ള ആളായിരിക്കും? നമ്മളൊരു ന്യൂട്രോൺ ആയിട്ടായിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക. ന്യൂട്രോൺ വളരെ കഴിഞ്ഞ് ന്യൂട്രലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് കണക്കാക്കുക, ന്യൂട്രലായിട്ട് ഒരു ചാർജും ഇല്ല. ന്യൂട്രലായിട്ട് ഒരു ചാർജും ഇല്ലാണ്ട് നമ്മൾ പോകുന്നത് അല്ലേ. ഒരു ന്യൂട്രലായിട്ട് ഒരു ചാർജും ഇല്ലാണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അല്ലേ. അപ്പൊ ശ്രീകോവിലിനുള്ളിൽ ആറ്റം എന്നറിയപ്പെടുന്ന ശ്രീകോവിലും അതിനുള്ളിൽ ആരാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന് എന്ത് ചാർജ് ഉള്ളത്? പോസിറ്റീവ് ഉള്ളത്. നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നേരെ എപ്പുറത്തൊരു വിഗ്രഹം ഉണ്ട്, ഏതാണ്? പ്രോട്ടോൺ. അവിടെയും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ്? പോസിറ്റീവ് ചാർജ്. നമ്മൾ പോയത് എങ്ങനെയാ? ന്യൂട്രലായിട്ട് ഒരു ചാർജും ഇല്ലാണ്ടാ പോയല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു പിക്ചർ പോലെ മാഷ് തന്നിട്ടുണ്ട്. നമുക്ക് ഗോളം കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചത്. ഇത് ആറ്റമാണ്. ആറ്റത്തിനുള്ളിൽ ഒരു റെഡ് കുത്ത് കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മാറ്റം എന്ന് പറഞ്ഞ ശ്രീകോവിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് റെഡ് കുത്ത് കണ്ടിട്ടുണ്ടോ? ആ കുത്താണ് ഏത്? ന്യൂക്ലിയസ്. ആറ്റത്തിനുള്ളിലാണെന്നുള്ളത് ന്യൂക്ലിയസ് ഉള്ളത്. റെഡിയല്ലേ? ന്യൂക്ലിയസ് എന്ന് പോകുന്ന രണ്ട് ഭാഗം നമ്മളിവിടെ പറഞ്ഞതാണ്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ എന്താ പറയുന്നത്? പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ പറയുന്നത്. ന്യൂട്രോൺ എന്തില്ല എന്ന് പറഞ്ഞ്? ചാർജ് ഇല്ല. അപ്പൊ അതൊരിക്കൽ കൂടെ മനസ്സിലാക്കണം. ന്യൂക്ലിയസിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. മനസ്സിലായോ കൂട്ടുകാർക്ക്? മനസ്സിലായിട്ടില്ല? ഒറ്റ പ്രാവശ്യം നമുക്ക് തിരിച്ചു പാടാം. ശ്രദ്ധിച്ചോ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. നമ്മളിവിടെ കാണിച്ചൊന്നില്ലേ? ന്യൂക്ലിയസ് കാണിച്ചില്ലേ? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന രണ്ട് കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ഓക്കെ. നമ്മളെ പറഞ്ഞ സ്റ്റോറി തന്നെ കണക്കായിക്കോട്ടോ. അപ്പൊ സ്റ്റോറി എന്ന് പറഞ്ഞാട്ടെ. അപ്പൊ നമ്മളെ ഈ ശ്രീകോവിൽ എന്ന് മാഷ് പറഞ്ഞെന്തായിരുന്നു? ശ്രീകോവിലായിട്ടാണ് എന്തിനു പറഞ്ഞത്? ആറ്റത്തിന് പറഞ്ഞത്. അതിനുള്ളിലുള്ള കണമാണ് ഇത്? ന്യൂക്ലിയസിന് അതാണ് പ്രതിഷ്ഠ. ന്യൂക്ലിയസിന് മുമ്പിൽ എന്താണ്? പോസിറ്റീവ് ചാർജ്. തൊട്ടപ്പുറം കിടക്കുന്ന വിഗ്രഹത പറഞ്ഞത് പ്രോട്ടോൺ. എന്താണ്? പോസിറ്റീവ് ചാർജ്. നമ്മൾ എങ്ങനെയാ പോയത്? ന്യൂട്രലായിട്ട് ഒരു ചാർജും ഇല്ലാണ്ട് അല്ലേ. ചാർജ് ഇല്ലാത്ത കണയാണ് ഇത്? ന്യൂട്രോൺ. റെഡി ആയില്ലേ? ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എങ്ങനെ പഠിച്ചു നിങ്ങളോട് ആരും ചോദിക്കില്ലല്ലോ. എന്ത് പഠിച്ചെന്നല്ലേ ചോദിക്കോ. അപ്പൊ അടുത്ത ഭാഗത്ത് കിടക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പറയുന്നു ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പറഞ്ഞു ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുള്ള കണമാണ്. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? ഇലക്ട്രോണുകൾ. അതുപോലെ തന്നെ പറയുന്നു ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. നമ്മളിപ്പോ പറഞ്ഞ സെയിം സാധനം തന്നെ ഒന്ന് ഡിസ്പ്ലേ കാണിച്ചു തന്നുള്ളൂ. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോണുകൾ. ചാർജ് ഇല്ലാത്ത കണമാണ് ഇത്? ന്യൂട്രോൺ. റെഡിയാണോ? ഇതാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് പ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് കണ്ടുപിടുത്തങ്ങൾക്ക് വേഗം കഴിയും. എനിക്ക് തോന്നുന്നു 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ കോഡുണ്ട്. പെൻ ആർ ടി സി എന്നൊക്കെ കോഡുണ്ട്.
അപ്പോൾ നമുക്കൊക്കെ മുന്നിൽ ഒരുപാട് പൂർവികർ നമുക്കൊക്കെ ക്ലാസ് എടുത്ത ഹൈസ്കൂളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകന്മാർ പറഞ്ഞു തന്ന കോഡാണ് NRTC എന്നെല്ലാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കിടക്കാം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? JJ തോംസൺ ആണ്. കോഡിലേക്ക് നോക്കണ്ടേ, മോളിലേക്ക് നോക്കാം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആര് തന്നെയാണ്? റുദർഫോർഡ് ആണ്. എന്നാൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? JJ തോംസൺ ആണ്. ഇനി ഇതിങ്ങനെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ഒരു കാര്യം ചെയ്യാം. PEN-RTC PEN-RTC എന്ന് എന്ത് ചെയ്യുക? ഒരു പേപ്പറിനകത്ത് എഴുതുക. എന്നിട്ട് താഴേക്ക് പറയാം. PEN-RTC. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് T എന്ന കൊടുത്ത് തോംസൺ, JJ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ചാഡ്വിക്. ശ്രദ്ധിക്കണം, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ചാഡ്വിക്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് PEN-RTC. ഏതാണ്? PEN-RTC. പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക് ആണ്. റെഡിയല്ലേ? റെഡിയല്ലേ? ഒന്നുകൂടെ പറയണോ? വേണ്ടി വരില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആര് തന്നെയാണ്? റുദർഫോർഡ് തന്നെയാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? JJ തോംസൺ ആണ്. നമ്മുടെ കോഡ് പറയുന്നത് PEN-RTC. താഴേക്ക് പറയാം. PR പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക സംഖ്യ. അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കുന്നുണ്ടാകുന്ന ആറ്റോമിക നമ്പർ ഉണ്ടാകുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ മാസ് നമ്പർ, ഇത് ശ്രദ്ധിക്കണേ. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറെ ഇക്വേഷൻ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ, അവിടെ എല്ലാം നമുക്ക് വേണ്ട സാധനമാണ് ഇത് ആറ്റോമിക നമ്പറും മാസ് നമ്പറും. എന്നാ ശ്രദ്ധിച്ചോ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഇത് മാസ് നമ്പർ. ശ്രദ്ധിക്കണം, ഒരു ആറ്റത്തിലെ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോൺ ഒന്നാണെന്ന് വെക്കുക, ന്യൂട്രോൺ ഒന്നാണെന്ന് വെക്കുക. 1 2. അപ്പൊ മാസ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഇത് മാസ് നമ്പർ എന്ന് പറഞ്ഞത്. അതായത് പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. അപ്പൊ അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് എന്ന് പറഞ്ഞല്ലേ. 1 അല്ലേ? 1 കൂടി കൂട്ടിയിട്ട് പിടിച്ചാൽ എത്രയായി? 2 ആയില്ലേ? അതാണ് ഏത്? മാസ് നമ്പർ. റെഡിയല്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടെ പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ഇത് ആറ്റോമിക നമ്പർ ഓർ ആറ്റോമിക സംഖ്യ. ഓക്കെ, മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഇത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇതിനടുത്ത് ശ്രദ്ധിച്ചോ, അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ Z എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന സമയത്ത് മാസ് നമ്പർ A എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മാസ് നമ്പർ സൂചിപ്പിക്കുന്നത് ഏതാണ്? A എന്ന അക്ഷരം കൊണ്ടാണ് മാസ് നമ്പർ സൂചിപ്പിക്കുന്നത്. കണ്ടോ? ഇത്രയും ഭാഗം കൂട്ടുകാർ റെഡിയാണോ? റെഡിയല്ലേ? ഒന്നുകൂടെ ആവർത്തിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡിയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് ആറ്റത്തിന്റെ മോഡൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ. ഏതാണ്? പ്ലം പുഡിംഗ് മോഡലാണ്. 2 പ്ലാനറ്ററി മോഡൽ. 1 പ്ലം പുഡിംഗ് മോഡലാണ്. 2 പ്ലാനറ്ററി മോഡലാണ്. 3 ഓർബിറ്റ് മോഡൽ. ഏതാണ്? ഓർബിറ്റ് മോഡൽ. ശ്രദ്ധിക്കണം, 1 പ്ലം പുഡിംഗ് മോഡൽ, 2 പ്ലാനറ്ററി മോഡൽ, 3 ഓർബിറ്റ് മോഡൽ. റെഡിയല്ലേ? അപ്പൊ മറക്കണ്ട, 3 മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലം പുഡിംഗ് മോഡല്, പ്ലാനറ്ററി മോഡല്, അതുപോലെ തന്നെ ഓർബിറ്റ് മോഡൽ. ഇങ്ങനെ 3 രീതിയാണ് ആറ്റത്തിന്റെ മോഡൽ കിടക്കുന്നത്. അതിൽ ആദ്യത്തെ മോഡലാണ് ഇത് പ്ലം പുഡിംഗ് മോഡലാണ്.
ആറ്റത്തിന്റെ ആദ്യത്തെ മോഡൽ പ്ലങ് പുഡിംഗ് മോഡലാണ്. പ്ലങ് ഇവിടെ വിട്ടിട്ടുണ്ട്. പ്ലങ് പുഡിംഗ് മോഡലാണ്. വാട്ടർമെലൻ മോഡൽ, റെസിൻ പുഡിംഗ് മോഡൽ, തോംസൺ മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ആറ്റത്തിന്റെ ആദ്യത്തെ മോഡൽ പ്ലങ് പുഡിംഗ് മോഡലാണ്. ശ്രദ്ധിച്ചാൽ മതി. വാട്ടർമെലൻ മോഡൽ, റെസിൻ പുഡിംഗ് മോഡൽ, തോംസൺ മോഡൽ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഇത് ആവിഷ്കരിച്ച ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ഇത് ആവിഷ്കരിച്ചത്. നമ്മൾ പറയുന്നു തോംസൺ മോഡൽ എന്നറിയപ്പെടുന്ന പ്ലങ് പുഡിംഗ് മോഡലാണ്. വാട്ടർമെലൻ മോഡൽ എന്നും റെസിൻ പുഡിംഗ് മോഡൽ എന്നറിയപ്പെടുന്നു. റെസിൻ പുഡിംഗ് എന്ന് പറയാറ് ഉണക്കമുന്തിരി മോഡൽ, ഇതാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇതിനെ തണ്ണിമത്തൻ മോഡൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഈ തണ്ണിമത്തൻ മോഡൽ എന്ന് പറയുന്ന സമയത്ത് ഒരാറ്റവും അതുപോലെ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന ഇലക്ട്രോണുകളും ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ജെ തോംസൺ പറഞ്ഞതാണ്, ഒരു ആറ്റമാണ്. എന്താണ് തണ്ണിമത്തൻ മോഡൽ എന്ന് പറഞ്ഞത്? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതിയിലുള്ളതാണെന്ന് പറഞ്ഞല്ലേ. ഒരാറ്റവും ഈ ചിതറിക്കിടക്കുന്ന ഈ ബ്ലാക്ക് ഇതിന്റെ വിത്തുകൾ കണ്ടില്ലേ, ഈ ഇവിടെ ചിതറിക്കിടക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ജെ തോംസന്റെ മോഡല് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ്. ഒരാറ്റമുണ്ട്, അതിന് അവിടെ എവിടെയും ചിതറിക്കിടക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇത് അത്ര കണ്ട് എന്ത് ചെയ്തിട്ടില്ല, പവറായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് അടുത്ത മോഡലിലേക്ക് വരുന്നത്. അടുത്ത മോഡലിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ് മോഡൽ? പ്ലാനറ്ററി മോഡലാണ്. സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ എന്ന് പറയും. പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ എന്ന് പറയും. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ആവിഷ്കരിച്ച ആരാണ്? റുദർഫോർഡ് ആണ് ഇത് ആവിഷ്കരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിന്റെ കേന്ദ്രത്തിലേക്കാണ് പറയുന്നു. ഇത് പ്ലാനറ്ററി മോഡൽ എന്നാണ് പറഞ്ഞത്. ഒരു ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ കേന്ദ്രത്തിലേക്കാണ് എന്ന് പ്രസ്താവിച്ചത് പ്ലാനറ്ററി മോഡലാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് സൂര്യൻ അല്ലെ, ഇവിടെ സൂര്യൻ ഉണ്ട്, സൂര്യൻ കേന്ദ്രമായി നിൽക്കുന്നുണ്ട്, അതിനു ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതി, ആറ്റത്തിന്റെ നടുക്ക് പോസിറ്റീവ് ചാർജുള്ള ഒരു കോർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ്. ഇലക്ട്രോണുകൾ അതിന് ചുറ്റുമായിട്ട് കറങ്ങുന്നുണ്ടാവാം എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ആറ്റത്തിന് നടുക്ക് പോസിറ്റീവ് ചാർജുള്ള കോർ സ്ഥിതി ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോണുകൾ അതിന് ചുറ്റും ആയി കറങ്ങുന്നുണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആറ്റത്തിന് നടുക്ക് പോസിറ്റീവ് ചാർജ് കോർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് സൗരയൂഥ മാതൃകയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ കോർ എന്ന് പറയുന്ന ഏതാണ്? സൂര്യനാണ്. ന്യൂക്ലിയസ് അല്ലെ, സൂര്യനാണ്. അതിന് ചുറ്റുമായിട്ട് എന്ത് കറങ്ങുന്നുണ്ടാവും? ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടാവും. ആണോ? ഇതാണ് ആര് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഇത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയും കാണിച്ചു തരുന്നത്. ഇതൊന്ന് ഏകദേശം ഒരു വിഷയം കണ്ടിട്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആറ്റത്തിന്റെ നടുക്ക് പോസിറ്റീവ് ചാർജ് കോർ സ്ഥിതി ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസ്. പറയുന്ന ഇലക്ട്രോണുകൾ അതിന് ചുറ്റുമായിട്ട് കറങ്ങുന്നുണ്ടാവാം എന്നാണ് ആര് പറഞ്ഞത്? ഈ റുദർഫോർഡ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ചാർജുള്ള കണമല്ലേ, ഇത് കറങ്ങി ലാസ്റ്റ് അതിന് വേഗത നഷ്ടപ്പെടും. വേഗത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇവിടെ ന്യൂക്ലിയസിലേക്ക് പതിക്കും. ന്യൂക്ലിയസിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന് എന്തുണ്ടായില്ല? സ്ഥിരത നഷ്ടപ്പെടും അല്ലെ. ആറ്റത്തിന് സ്ഥിരത നഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് ഈ തിയറി അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഈ തിയറി എന്ത് ചെയ്യില്ല, അധികം ഫലവത്തായി മുന്നോട്ട് പോയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ശിഷ്യൻ ഒരു തിയറി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ തിയറിയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഒന്നുകൂടി ഇത് പറയാം, നമുക്ക് പറയാം. പ്ലാനറ്ററി മോഡലാണ് രണ്ടാമത്തെ മാതൃക. സൗരയൂഥ മാതൃക ന്യൂക്ലിയർ മോഡൽ എന്നറിയപ്പെടുന്നു. ആവിഷ്കരിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ കേന്ദ്രത്തിലേക്കാണെന്ന് പ്രസ്താവിച്ചത് പ്ലാനറ്ററി മോഡലാണ്. കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ആറ്റത്തിന് നടുക്ക് പോസിറ്റീവ് ചാർജുള്ള കോർ സ്ഥിതി ചെയ്യുന്നുണ്ട്, പറയുന്ന ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോണുകൾ അതിനു ചുറ്റും കറങ്ങുന്നുണ്ടാവാം എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? റുദർഫോർഡ് അഭിപ്രായപ്പെട്ടത്. ക്ലിയർ ആണോ? പക്ക ക്ലിയർ ആണോ? അപ്പൊ കോർ എന്ന് പറഞ്ഞ ന്യൂക്ലിയസിന് ഇവിടെ സൂര്യനായിട്ട് കണക്കാക്കണേ, ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ മറ്റ് ഗ്രഹമായിട്ട് കണക്കാക്കണേ. ഇതാണ് പറഞ്ഞത്. എന്നാൽ അടുത്തതിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് എന്താണ്? ഓർബിറ്റ് മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക എന്ന് പറയുന്നു. ഇത് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ ആരാണ്? നീൽസ് ബോർ ആണ് ഇത് ആവിഷ്കരിക്കുന്നത്.
നീൽസ് ബോർ ഇതിന് ആവിഷ്കരിക്കുന്ന ഏതാണ്? ഓർബിറ്റ് മോഡൽ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ലുകളാണ് അല്ലെ? ശ്രദ്ധിച്ചാൽ മതി. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ സഞ്ചാരപാതയെ വിളിക്കുന്നത് ഓർബിറ്റ് എന്നാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണെന്ത്? ഓർബിറ്റ്. ഊർജ നിലകൾ, ഓർബിറ്റ് എന്ന ഊർജ നിലകളാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഊർജ നിലകൾ എന്നാണ് ഓർബിറ്റ് അറിയപ്പെടുന്നത് അല്ലെ? നേരത്തെ പറഞ്ഞെന്നാണ് സഞ്ചാരപഥത്തിൽ ഊർജ്ജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തേക്ക് ന്യൂക്ലിയസിലേക്ക് പതിക്കുന്ന പറയുന്നത് അല്ലെ? അതിന് മറ്റൊരു വശമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഊർജ നിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഊർജ നിലകൾ എന്നറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത പോലെ നമ്മൾ കടക്കുന്നു. ഇതാണ്, ശ്രദ്ധിച്ചോ, ഇതാണ് ഓർബിറ്റ്. ന്യൂക്ലിയസ്, അതിന് ചുറ്റുമുള്ള സഞ്ചാരപഥം കണ്ടില്ലേ കൂട്ടുകാരെ? ഇതാണ് ഇതിന്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത്. ഇതാണ് സഞ്ചാരപഥമാണ് ഇത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇത് ഊർജ നിലകളാണ്. ഈ എന്താണ്? ഊർജ നിലകളാണ്. റെഡി അല്ലേ? ഇതിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടി നമുക്കൊന്ന് വൃത്തിയിൽ ഒന്ന് പരാമർശിക്കാം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത വിളിക്കുന്ന പേര് ഓർബിറ്റ്. ഊർജ നിലകൾ എന്നറിയപ്പെടുന്നു. ഓരോ ഇലക്ട്രോണുകളും ഓരോ ഊർജമാണ് ഉണ്ടാകുന്നത്. ഓരോ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ടാകുന്നത്? ഓരോ ഊർജമാണ് ഉണ്ടാകുന്നത്. ഓരോ ഓർബിറ്റിനും ഓരോ പേരുണ്ട്. ഓരോ ഓർബിറ്റിനും ഓരോ പേരുണ്ട്. കണ്ടില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്താ കുറെ ഓർബിറ്റുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ? ഇതിന് ഓരോ ഓർബിറ്റിനും ഓരോ പേരുണ്ട് എന്നാണ്. ഒന്നാമത്തെ ഓർബിറ്റ് കെ ഷെൽ, രണ്ടാമത്തത് എൽ എന്നും, മൂന്നാമത്തത് എം എന്നും, നാലാമത്തത് എൻ എന്നുമാണ് പേര് നൽകിയത്. ശ്രദ്ധിക്കണം. ഒന്നാമത്തത് കെ എന്നും, രണ്ടാമത്തത് എൽ എന്നും, മൂന്നാമത്തത് എം എന്നും, നാലാമത്തത് എൻ എന്നുമാണ് പറയുന്നത്. ഒന്നുകൂടെ വിശദീകരിക്കാം അല്ലെ? ശ്രദ്ധിച്ചോളൂ. ഒന്നുകൂടെ വിശദീകരിക്കണം. ശ്രദ്ധിച്ചോളൂ. ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള സഞ്ചാരപഥമാണ്, ന്യൂട്രോണുകൾ സഞ്ചാരപഥമാണ് ഓർബിറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ന്യൂക്ലിയസ് കിടക്കുന്നു. ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഒന്നാമത്തെ ഷെല്ല്, ഇതാണ് ഒന്നാമത്തെ ഷെല്ല്. ഒന്നാം ഷെല്ല് നമ്മൾ നൽകിയ പേരെന്താണ്? കെ എന്നാണ്. ഒന്നാമത്തെ ഷെല്ല് കൊടുത്ത പേര് കെ എന്നാണ്. ഒന്നാമത്തെ ഷെല്ല് റെഡ് ആണ്, കെ എന്നാണ്. രണ്ടാമത്തെ ഷെല്ല് കിടക്കുന്ന സമയത്ത് ഗ്രീൻ ആണ്, എൽ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ നിറമല്ലേ പറയുന്നത്, കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി തെറ്റിദ്ധരിക്കരുത്. ഒന്നാമത്തെ ഷെല്ല് റെഡ്, രണ്ടാമത്തെ ഷെല്ല് ഗ്രീൻ എന്നൊന്നും എഴുതി വെക്കരുത്. ഒന്നാമത്തെ ഷെല്ല് നമ്മൾ റെഡ് സൂചിപ്പിക്കുന്നു, കെ എന്നാണ്. ഷെല്ലിന് കൊടുത്ത പേര് കെ എന്നാണ്. രണ്ടാമത്തെ ഷെല്ല് നമ്മൾ ഗ്രീൻ സൂചിപ്പിക്കുന്നു, ഷെല്ല് കൊടുത്ത എൽ എന്നാണ്. മൂന്നാമത്തെ ഷെല്ല് നമ്മൾ ഏതാണ്? വയലറ്റ് ആണ്, ഷെല്ലിന് കൊടുത്തത് എം എന്നാണ്. നാലാമത്തെ ഷെല്ല് ഏതാണ്? യെല്ലോ ആണ്, ഷെല്ലിന് കൊടുത്ത പേരിനാണ് എൻ എന്നാണ്. ശ്രദ്ധിക്കണം. കെ എൽ എം എൻ ഇതാണ്. അപ്പൊ ഒന്നാമത്തെ ഷെല്ല് കെ, രണ്ടാമത്തെ ഷെല്ല് എൽ, മൂന്നാമത്തെ ഷെല്ല് എം, നാലാമത്തെ ഷെല്ല് എൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം നമുക്ക് നോക്കാം. ഇലക്ട്രോൺ എണ്ണം നോക്കുന്നത് എങ്ങനെയാണ്? 2n² ആണ്. ഏതാണ്? 2n² ആണ് ഇലക്ട്രോൺ എണ്ണം നമുക്ക് നോക്കണം. റെഡി അല്ലേ? ഓരോ ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 2n². റെഡി അല്ലേ? നോക്കൂ. ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏതാണ്? ഇക്വേഷൻ 2n² ആണ്. ഏതാണ്? 2n² ആണ്. നോക്കിക്കോ നിങ്ങള്. കെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, കെ ഷെല്ലിൽ ഇലക്ട്രോൺ എണ്ണം എന്ന് പറഞ്ഞാൽ ഏതാണ്? കെ ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ലല്ലേ? അപ്പോ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് 2n² ആണ് അല്ലേ? 2 ഇൻറ്റു ഷെൽ ഒന്നല്ലേ? 1² എന്ന് പറയാൻ എത്രയാ? ഒന്ന്. അപ്പൊ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2. കണ്ടോ? 2 ഇൻറ്റു n² പറഞ്ഞ നമ്പർ ഓഫ് ഷെൽ. കെ ഷെൽ ഒന്നാമത്താണ്. n² എന്നാണ്. 1 ഇൻറ്റു 1 എത്രയാണ്? 1. അപ്പൊ 2 1 2 1 2 2. റെഡി അല്ലേ? ഇനി അടുത്ത നമ്മൾ കിടക്കുന്ന ഏതാണ്? എൽ ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം. എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ കുറിച്ച് നമ്മൾ പറയുന്നു. എൽ ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ആണ് 2. നമ്മൾ ഇക്വേഷൻസ് 2 തന്നെ പറഞ്ഞു. അപ്പൊ നമ്പർ ഓഫ് ഷെൽ എത്രയാണ്? 2. അപ്പോ 2ന്റെ സ്ക്വയർ ആവേണ്ട അല്ലെ? n² എന്നാ പറഞ്ഞ്. അപ്പൊ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഏതാണ്? 2 ഇൻറ്റു 2². 2 2 4. 4 ഇൻറ്റു 2 8. കിട്ടിയില്ലേ? ഇനി അടുത്തത് എം ഷെൽ ഇലക്ട്രോൺ എണ്ണം. എം ഷെല്ല് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തതാണ് അല്ലേ? അപ്പോ നമ്പർ ഓഫ് ഷെൽ 3. 3 9. സ്ക്വയർ വേണ്ടേ? 9. അപ്പോ 2 ഇൻറ്റു 9 18 അല്ലേ? നോക്കിയാൽ നിങ്ങൾ. റെഡി അല്ലേ? 2 ഇക്വേഷൻസ് 2. അപ്പൊ നമ്പർ ഓഫ് ഷെൽ 3.
3 9 9 × 2 18 കിട്ടിയില്ലേ? അപ്പൊ ഇനി വരുന്നു എൻ ഷെൽ ഇലക്ട്രോൺ എണ്ണം. എൻ ഷെൽ എന്ന് പറഞ്ഞ എത്രയാണ്? 4-മത്തതാണ്. അപ്പോ 2 ഇൻറ്റു ഇനി കൂട്ടുകാരെ പറ 2 × 4 സ്ക്വയർ 4 16 4 × 4 16 16 × 2 32. നോക്കിയോ 2 × 4 സ്ക്വയർ 2 × 4 സ്ക്വയർ എത്രയാണ്? 32. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അപ്പോ നമ്മൾ ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം കാണേണ്ട ഇക്വേഷൻ ഏതാണ്? 2n സ്ക്വയർ. ഏതാണ്? 2n സ്ക്വയർ ആണ് ഇക്വേഷൻ. മറക്കരുത്, മറക്കാതെ പഠിച്ചപ്പോ കെ ഷെൽ ഇലക്ട്രോൺ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 2 ആണ്. എൽ ഷെൽ ഇലക്ട്രോൺ എണ്ണം ചോദിച്ചാൽ 8 ആണ്. എം ഷെൽ ഇലക്ട്രോൺ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 18 ആണ്. എൻ ഷെൽ ഇലക്ട്രോൺ എണ്ണം എത്രയാണ്? 32 ആണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇക്വേഷൻ ഒരിക്കൽ കൂടി വരച്ചു വെച്ചോളൂ. 2n സ്ക്വയർ. ഏതാണ്? 2n സ്ക്വയർ. മറക്കരുത്. റെഡി അല്ലേ? അപ്പോ ഇനി നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്ത ഭാഗത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇലക്ട്രോൺ. എന്താണ് ഇലക്ട്രോൺ? ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജെ തോംസൺ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ കണം, ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇത് ഇലക്ട്രോൺ. ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ മാസ് അഥവാ ഭാരം എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസ് അഥവാ ഭാരം എന്ന് പറയുന്ന സമയത്ത് 1.9 × 10⁻³ കിലോഗ്രാം ആണ്. ഓക്കെ, 1.9 × 10⁻³ കിലോഗ്രാം. റെഡി അല്ലേ? മറിപ്പോരുന്നേ. അപ്പോ ഇതിന്റെ ഭാരം എത്രയാണെന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ചാർജ് എത്രയാണ്? ചാർജ് 1.6 × 10⁻⁻19 കൂളും. റെഡി? രണ്ടും മാറിപ്പോരുത്, രണ്ടും മാറിപ്പോരുത്. മാസ് ഭാരം എത്രയാണ്? 1.9 × 10⁻⁻31 കിലോഗ്രാം ആണ്. എന്നാൽ ഇതിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളമാണ്. റെഡി അല്ലേ? ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുന്ന സമയത്ത് ഇതിന്റെ ചാർജ് കണ്ടുപിടിച്ചത് മില്ലിക്കനാണ്. മില്ലിക്കൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? മില്ലിക്കൻ എന്ന ശാസ്ത്രജ്ഞനാണെങ്കിൽ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയതാരാണ്? മില്ലിക്കനാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയതാരാണ്? മില്ലിക്കനാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത്. റെഡിയല്ലേ? രസകരമായിട്ട് അങ്ങ് പഠിച്ചു വെക്കണം. കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞതാണ് ഇലക്ട്രോൺ. മാസ് അഥവാ ഭാരം എന്ന് പറയുന്നത് 1.9 × 10⁻⁻31 കിലോഗ്രാം. ചാർജ് 1.6 × 10⁻⁻19 കുളവും. ചാർജ് കണ്ടുപിടിച്ചത് മില്ലിക്കനാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത് ആരാണ്? മില്ലിക്കനാണ്. ഇനി അടുത്തേക്ക് കിടക്കുന്ന സമയത്ത് ഏതാണ്? പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ച റുദർഫോർഡ് ആണെന്ന് പറയുന്ന സമയത്ത് ചാർജ് പോസിറ്റീവ് ആണ്. ആ ക്ഷേത്രത്തിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ്. ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നാണെന്ന് വിളിക്കുന്നത് പ്രോട്ടോൺ വിളിക്കുന്നത്. ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് ആണ് ഏത്? പ്രോട്ടോൺ. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ആണ് ഏത്? പ്രോട്ടോൺ. ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രോട്ടോൺ ആണ്. കണ്ടുപിടിച്ചാരാണ്? റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. പറയുന്നു മാസ് അഥവാ ഭാരം 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഭാരം 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ് ഭാരം. എന്നാൽ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കുളവും. റെഡിയല്ലേ? ഇനി അടുത്ത കിടക്കുന്ന സമയത്ത് അടുത്ത ഏതാണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചാർജ് ഇല്ലാതെ പോയതെന്ന് പറഞ്ഞ ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. മാസ് 1.674 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കൂടിയ കണമാണ് ഇത് ന്യൂട്രോൺ. ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കൂടിയത് ഏതാണ്? ന്യൂട്രോൺ ആണ്. പറയുന്നു ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇവിടുത്തെ നമ്മൾ പറഞ്ഞത് ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്.
ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഐസോടോപ്പ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്ന് വിളിക്കുന്നത് ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. റെഡിയല്ലേ? ശ്രദ്ധിച്ചോ, ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം മൂലമാണ് ഐസോടോപ്പ് ഉണ്ടാകുന്നത്. ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം മൂലമാണ് എന്തുണ്ടാകുന്നത്? ഐസോടോപ്പ് ഉണ്ടാകുന്നത്. കറക്റ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ന്യൂട്രോണുകൾ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം മൂലമാണ് ഐസോടോപ്പുകൾ ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചോ, എക്സാമ്പിൾ നമ്മുടെ ഉദാഹരണത്തിലേക്ക് കടക്കാണ്. ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഏത്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയമാണ് ഹൈഡ്രജൻ ഐസോടോപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങളൊന്ന് വിസ്താരിക്കും. ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ നമ്മൾ പറഞ്ഞു. പ്രോട്ടിയം പറഞ്ഞു, ഡ്യൂട്ടീരിയം പറഞ്ഞു, ട്രിഷിയം പറഞ്ഞു. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, പ്രോട്ടിയത്തെ നമ്മൾ പറയുന്നതാണ് 1H1 എന്നാണ് പറയുന്നത്. 1H1 ആണ് പ്രോട്ടിയം. 1H2 ആണ് ഡ്യൂട്ടീരിയം. 1H3 ആണ് ട്രിഷിയം. ഈ താഴെ കൊടുത്തിരിക്കുന്നത് 1 എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പറാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന 1 ഏതാണ്? മാസ് നമ്പറാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നത് ആറ്റോമിക നമ്പറും മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്? മാസ് നമ്പറുമാണ്. അപ്പോ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നമ്മൾ എന്ന് പറയുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം 1H1, ഡ്യൂട്ടീരിയം 1H2, ട്രിഷിയം 1H3. നോക്കാം, ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന നോക്കിയതാണ് ആറ്റോമിക നമ്പറാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് മാസ് നമ്പറാണ്. ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് ആറ്റോമിക നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ. ഇവിടെ താഴെ കൊടുത്ത 1 ഒരു പ്രോട്ടോൺ ആണ് ഇത് ആറ്റോമിക നമ്പർ. ഇവിടെ കൊടുത്തിരിക്കുന്ന മാസ് നമ്പർ 1 കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോഴാണ് മാസ് നമ്പർ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇവിടെ പ്രോട്ടോൺ 1 ആണ്. അപ്പൊ മാസ് നമ്പർ ഉണ്ടോ? മാസ് നമ്പർ 0 ആണ്. അതുകൊണ്ടാണ് 1 പ്ലസ് 0 ആണ് 1 വരുന്നത്. അപ്പൊ മാസ് നമ്പർ എത്രയാണ്? 1. അപ്പൊ പ്രോട്ടോൺ 1ഉം മാസ് നമ്പർ 1ഉം ആകുമ്പോൾ ഇവിടെ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോഴാണ് എന്ത് പറഞ്ഞത്? മാസ് നമ്പർ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോട്ടോൺ 1, ഒരു പ്രോട്ടോൺ ഇവിടെ ഉണ്ട്. അപ്പൊ മുകളിൽ മാസ് നമ്പർ 1 കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്തത് കൊണ്ടല്ലേ വരുന്നത്. കാരണം 1 പ്ലസ് 0 ആണ് എന്ത് വരുന്നത്? ഇവിടെ വരുന്നത് 1 പ്ലസ് 0 1 അപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് വരുന്നത്? 1 വരുന്നത്. അപ്പൊ മാസ് നമ്പർ 1 ആണ്. ഇപ്പൊ ഡ്യൂട്ടീരിയം നോക്കി നിങ്ങൾ 1H2 ആ പറഞ്ഞത്. ഒരു പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ ഇവിടെ മുകളിൽ 2 കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടുമ്പോഴാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു. ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ 2 കിട്ടാൻ എത്ര കൂടെ വേണോ? 1 കൂടെ വേണ്ടേ? അപ്പം 2 പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പൊ ഒരു പ്രോട്ടോണും പ്ലസ് ഒരു ന്യൂട്രോണും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇതിന്റെ ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ എത്രയാവുന്നത്? 2 ആവുന്നത്. പറയുന്നത് ട്രിഷിയം എന്താണ്? 1H3 ആണ് പറയുന്നത്. ഈ 1H3 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്? ട്രിഷിയം. ഒരു പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ മാസ് നമ്പർ 3 ആയതുകൊണ്ട് തന്നെ ഇവിടെ ന്യൂട്രോൺ എണ്ണം എത്ര ഉണ്ടാവും? 2 ആയിരിക്കും. അപ്പൊ 1 പ്ലസ് 2 സമം 3. ട്രിഷിയത്തില് പ്രോട്ടോൺ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോൺ എണ്ണം എത്രയാണ്? 2. അപ്പൊ മാസ് നമ്പർ എത്രയാണ്? 3. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്കൊന്ന് പറയേണ്ടി വരും. അത് നമുക്ക് വിശദീകരിച്ച് തന്നെ പറയാം കേട്ടോ. പ്രോട്ടിയം 1H1 ആണ്. ഡ്യൂട്ടീരിയം 1H2 ആണ്. ട്രിഷിയം 1H3 ആണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന 1 ഇതാണ് ഏത്? നമ്മൾ പറയുന്ന ആറ്റോമിക നമ്പർ. ഏതാണ്? ആറ്റോമിക നമ്പർ ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇതേതാണ്? മാസ് നമ്പർ. ഏതാണ്? മാസ് നമ്പർ ആണ്. ഒരു ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പൊ ഇവിടെ ഒരു പ്രോട്ടോൺ ഉള്ളത്. അപ്പം പ്രോട്ടീനിയത്തിന്റെ നമ്മൾ പറയുന്ന സമയത്ത്
1H1 എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രോട്ടോൺ ഇവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ ഇതാണ് മാസ് നമ്പർ ആണ് മുകളിലത്തെ മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അപ്പൊ ഇവിടെ പ്രോട്ടോൺ 1 ആണ്. ഈ 1ന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടാനുണ്ടോ? കൂട്ടാനുണ്ടെങ്കിൽ ഇവിടെ മാറൂലേ? അപ്പൊ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അപ്പൊ ഇവിടെ ന്യൂട്രോൺ ഇല്ല. അപ്പം പ്ലസ് 0 സമം 1. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ഈ 1 കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഡ്യൂറ്റീരിയത്തിന് നോക്കി കുറച്ചെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. 1H2 ആണ്. 1H2 എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ എത്ര ഉള്ളത്? ഒരു പ്രോട്ടോൺ ഉണ്ട്. പ്ലസ് എന്തുണ്ട്? ഇവിടെ 2 അല്ലേ കിട്ടിയത്. അപ്പോൾ ഒരു ന്യൂട്രോണും ഉണ്ട്. അപ്പൊ എന്താണ്? 1 + 1 = 2. കണ്ടോ? അങ്ങനെയാണ് മാസ് നമ്പർ എത്ര കിട്ടുന്നത്? 2 കിട്ടുന്നത്. കാരണം നമ്മൾ നോക്കിയാൽ മതി. ട്രിഷ്യത്തിന് നോക്കിക്കോളൂ. 1H3 ആണ്. 1H3 എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഒന്ന് പറ നിങ്ങൾ. ഇപ്പോൾ ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോൾ എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത് അല്ലേ? ഒരു പ്രോട്ടോൺ പ്ലസ് എത്രയുണ്ടാവും? 2 ന്യൂട്രോൺ ഉണ്ടാവും. അപ്പോൾ 2 1. അപ്പോൾ 1 + 2 = 3. ഇപ്പൊ മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുന്ന സമയത്ത് ഐസോടോപ്പുകൾ എന്തിനുപയോഗിക്കുന്നു? ഒന്ന് ഡ്യൂറ്റീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഡ്യൂറ്റീരിയം. ഇത് നിർബന്ധമായും പഠിച്ചു വെക്കണേ. ആകെ ഒരു 5-6 ഭാഗം പറയാനും നിർബന്ധമായും പഠിച്ചുകൊണ്ടെന്ന്. ഡ്യൂറ്റീരിയം ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂറ്റീരിയം ഉപയോഗിക്കുന്നത്. 2 നമ്മൾ കിടക്കുന്ന സമയത്ത് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാണ് ഉപയോഗിക്കുന്നത്. കാർബൺ 14 ഉപയോഗിക്കുന്നത്. പിന്നെ ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞു അയഡിൻ 131, അതുപോലെ തന്നെ കൊബാൾട്ട് 16 എന്ന് പറയുന്നത് ക്യാൻസർ ട്യൂമർ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്. അയഡിൻ 131, കൊബാൾട്ട് 60 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാൻസർ ട്യൂമർ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. യുറേനിയം 235 എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഒരു ഉപേക്ഷക്കുറവില്ല. ശ്രദ്ധിച്ചോളൂ. ഐസോട്ടോപ്പുകൾ എന്തുപയോഗിക്കുന്നു? ഒന്ന് ഡ്യൂറ്റീരിയം. ആണവ നിലയങ്ങളിലാണ് ഡ്യൂറ്റീരിയം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസറായിട്ട് ഉപയോഗിക്കുന്നു. അയഡിൻ 131, കൊബാൾട്ട് 60 ക്യാൻസർ ട്യൂമർ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. റെഡിയല്ലേ? ഇത് മറക്കില്ലല്ലോ. പറഞ്ഞങ്ങ് പഠിച്ചേക്കണം ഈ ഭാഗം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുള്ള കണങ്ങളാണ് ഐസോബാർ. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള കണങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത്. എന്നാൽ ഐസോമറോ ഒരേ തന്മാത്രവാക്യമുള്ളതും വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങളെ ഐസോമർ എന്ന് വിളിക്കുന്നു. ഐസോമർ എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രവാക്യമുള്ളതും വ്യത്യസ്ത ഘടനാവാക്യമുള്ളതുമായ സംയുക്തങ്ങളെ ഐസോമർ എന്നാണ് വിളിക്കുന്നത്. ഇവ കാണിക്കുന്ന പ്രതിഭാസമാണ് ഐസോമറിസം. ഐസോമർ കാണിക്കുന്ന പ്രതിഭാസമാണ് ഇത് ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേൾക്കാൻ മാത്രം മതി. ഇനി അടുത്ത ഭാഗത്ത് കിടക്കുന്നു മറ്റ് അറിവുകൾ. മറ്ററിവുകളിൽ നമ്മൾ കിടക്കാം. ഒന്ന്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും 3 ഡയമണ്ട് സ്പേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഫോർഡിഞ്ചർ. നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നിർബന്ധമായിട്ട് പഠിക്കണേ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും 3 ഡയമണ്ട് സ്പേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ ആരാണ്? ഫോർഡിഞ്ചർ ആണ്. എന്നാൽ ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവം കാണിക്കാതെ കഴിവ് ഉണ്ട് എന്ന് കണ്ടെത്തിയ ആരാണ്? ഡിപ് ബ്രേഗ്ലി. ആരാണ്? ഡിപ് ബ്രേഗ്ലി ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും 3 ഡയമണ്ട് സ്പേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ ആളാണ്? ഫോർഡിഞ്ചർ ആണ്. എന്നാൽ ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവം കഴിവുണ്ട് എന്ന് പറഞ്ഞ ആളാണ്? ഡിപ് ബ്രേഗ്ലി ആണ്. എന്നാൽ പറയുന്നു അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം കേട്ടോ. ഇതൊരു ചെറിയൊരു ക്വസ്റ്റൻ ആയിട്ടൊന്ന് കേട്ടാൽ മതി കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം.
അപ്പോൾ അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ഇത് ന്യൂക്ലിയർ ഫിഷൻ. എന്നാൽ ഒരു അർദ്ധചാലകത്തിൽ ചാലകത വർദ്ധിപ്പിക്കാൻ അതിന് ക്രിസ്റ്റൽ ഘടനയിൽ എന്തെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനത്തെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഒരു അർദ്ധചാലകത്തിൽ ചാലകത വർദ്ധിപ്പിക്കാൻ അതിന് ക്രിസ്റ്റൽ ഘടനയിൽ ഏതെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനമാണ് ഇത് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ശ്രദ്ധിച്ചോളൂ, പരമാണു സിദ്ധാന്തത്തിന്റെ പരമാണു സിദ്ധാന്ത ഉപജ്ഞാതാവാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പരമാണു സിദ്ധാന്ത ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറയുന്ന സമയത്ത് കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്? വില്ലാർഡ് ഫ്രാങ്ക് ലിബിയാണ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്? വില്ലാർഡ് ഫ്രാങ്ക് ലിബിയാണ്. എന്നാൽ ഒരു പോയിന്റ് നമുക്ക് പറയുന്നു, പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകനാണ് ആര്? കണാദൻ. ആരാണ്? കണാദൻ. അപ്പം പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകനാണ് ആര്? കണാദനാണ് അല്ലെ. അപ്പം നമ്മൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു ടോപ്പിക്ക് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യണം? ക്ലാസ് കാണണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം? എഴുതി സൂക്ഷിക്കണം, അതുപോലെ പഠിക്കണം. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ക്ലാസ് കണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എന്ത് ചെയ്യണം? ഈ ക്ലാസ് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരുപാട് ആളുകൾ പുതിയ പുതിയ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ് അപര്യാപ്ത രോഗങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ, ആവശ്യപ്പെട്ട ക്ലാസ്സുകളുണ്ട്. ഭരണഘടനാ ഭേദഗതി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരള പോലീസിൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം നമ്മുടെ PSC പഠിപ്പുര എന്ന ചാനലിൽ ഉടൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം തയ്യാറായിരിക്കുക. അപ്പോൾ മറക്കണ്ട, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നല്ല കമൻറ്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ.